കുറേ പേരെ ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോയി രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു, കുറേ പേരെ കൗൺസിലിംഗ് നടത്തി രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. കുറേ പേര് പോയി സർ, നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിൽ കുറേ പേര് പോയി. ഞാൻ ആദ്യം MLA ആയപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോകുമ്പോൾ എൻ്റെ ഓടി വന്ന് എൻ്റെ മടിയിൽ കയറിയിരുന്നിരുന്ന ഒരു 4 വയസ്സുകാരൻ പയ്യനുണ്ട്. ഇത്രയും മിടുക്കനായിട്ടുള്ളൊരു കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. അവൻ നന്നായി പഠിച്ച് എക്സ്ട്രാ ഓർഡിനറി ബ്രില്യൻ്റ് ആയിരുന്നു. അവനെ SSLCക്ക് ഫുൾ A+, അതും വളരെ മാർക്കോടുകൂടി ഞാൻ MLAയുടെ മെറിറ്റ് അവാർഡ് കൊടുത്തു. +2-ന് എല്ലാത്തിനും ഫുൾ A+ കിട്ടി. ഞാൻ MLAയുടെ മെറിറ്റ് അവാർഡ് കിട്ടി. കേരളത്തിലെ പ്രശസ്തമായ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർന്നു. അപ്പോൾ എപ്പോഴും എന്നെ ബന്ധപ്പെടും, ഓരോ സെമസ്റ്റർ പാസ്സാകുമ്പോഴും ആ മാർക്ക് എന്നെ അറിയിക്കും. സാറേ, അവനിപ്പോൾ 2ാമത്തെ പ്രാവശ്യം ഡി അഡിക്ഷൻ സെൻ്ററിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 2ാമത്തെ പ്രാവശ്യം. എനിക്ക് പ്രതീക്ഷയില്ല സാർ, തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയില്ല. കൊച്ചിൽ തൊട്ട് എടുത്തുകൊണ്ട് നടന്ന കുട്ടിയാണ്, തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയില്ല. അത്രമാത്രം കുട്ടികളാണ്. ഞാൻ അടുത്തൊരു ഡി അഡിക്ഷൻ സെൻ്ററിൽ പോയപ്പോൾ ഈ ഒരു വർഷം 85 കുട്ടികളെയാണ് ചെയ്തിരിക്കുന്നത് സാർ. അതിൽ 37 എണ്ണം പെൺകുട്ടികളാണ്. 37 പേര് പെൺകുട്ടികളാണ്. 37 പേര്. ഈ ഞാനിവിടെ വിശ്വനാഥ് വളരെ മനോഹരമായി സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പറഞ്ഞുകൊണ്ട് ഞാനതൊന്നും ആവർത്തിക്കുന്നില്ല. പക്ഷേ സാർ, ലഹരിക്കടത്തിന് പിടിയിലായ 21 വയസ്സിൽ താഴെയുള്ളവർ 2 കൊല്ലത്തിനിടയിൽ 1978 പേരാണ്. 2000-ഓളം പേർ പിടിയിലായത്. അതിൻ്റെ 5 ഇരട്ടി പിടിയിലാകാതെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. മതിൽ കെട്ടുന്ന സ്കൂളിൽ മതിലിൻ്റെ പുറത്തുനിന്ന് എറിഞ്ഞു കൊടുക്കുകയാണ്. സ്കൂളുകളുടെ ചുറ്റും അധ്യാപകരുടെ സങ്കടങ്ങൾ ഈ പ്രധാന അധ്യാപകർ വന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സംഭവമാണ്. സാറേ, മുഖ്യമന്ത്രി വളരെ ഗൗരവത്തോടു കൂടി ഈ വിഷയം എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് പറയണമെന്ന് പറഞ്ഞ പല നിർദ്ദേശങ്ങൾ അങ്ങ് ഇങ്ങോട്ട് പറഞ്ഞു. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. സാർ, ഞങ്ങൾ UDF പ്രത്യേകമായി യോഗം ചേർന്ന് ഈ വിഷയം മാത്രം അജണ്ടയാക്കി ഞങ്ങൾ ഗൗരവതരമായ ചർച്ച നടത്തി. സാർ, ഞങ്ങൾ അങ്ങേക്ക്, ഗവൺമെൻറ്റിനും പൊതുസമൂഹത്തിനും ഞങ്ങൾ വാക്ക് തരുന്നു. ഐക്യ ജനാധിപത്യ മുന്നണി, ഞങ്ങൾ പ്രതിപക്ഷം മുഴുവൻ പൂർണ്ണമായി ഇത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സർക്കാർ നടത്തുന്ന എല്ലാ ശ്രമങ്ങളുടെയും ഭാഗമായി ആദ്യാവസാനം കൂടെ ഉണ്ടാവും. സാർ, നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ വരും തലമുറയെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തും. എല്ലാ സിനിമയുടെ തിരക്കഥകളിലും എന്താണ് മദ്യവും ഏറ്റവും ലേറ്റസ്റ്റ് ആയ മയക്കുമരുന്നുകൾ പഴയ കാലത്ത് അത് പരസ്യമായി ഇവരുടെ മനസ്സിൽ വലിയ ആളുകളായി നിൽക്കുന്ന ഈ അഭിനേതാക്കൾ ഉപയോഗിക്കുന്നത് കുട്ടികൾ കാണും. അപ്പൊ അവർക്ക് തന്നെ ഒരു ടെൻഷൻ വന്നാൽ സ്വാഭാവികമായി അവരുടെ മനസ്സിൽ അത് വരും. ഒരിക്കൽ പോലും മദ്യപിക്കാത്ത, ഒരു മദ്യഷാപ്പിലും കയറാത്ത ഒരു ചെറുപ്പക്കാരൻ ടെൻഷൻ വന്നപ്പോൾ അവൻ നേരെ ഒറ്റയ്ക്ക് മദ്യഷാപ്പിൽ. ഇപ്പൊ എന്തായി പോകാൻ കാരണം? അവൻ കണ്ട സിനിമകളിൽ നിന്നുള്ള ഓർമ്മകളാണ് അവനെ കൊണ്ടുപോയതെന്ന് അവൻ തന്നെ പറയുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സുഹൃത്തുക്കളത്. അതേപോലെ തന്നെ മറ്റൊന്ന് കൂട്ടുകെട്ട്. എന്തായിരുന്നാലും നമ്മൾ 10ഉം 60ഉം കുട്ടികൾ പഠിക്കുന്ന ഒരു ക്ലാസ്സിൽ ഒരാളെങ്കിലും ഒക്കെ ഇത് ഉപയോഗിക്കുന്നവരുണ്ടാവും. നമ്മുടെ ഏറ്റവും വലിയ സുരക്ഷയും പ്രതീക്ഷയും നിർഭയത്വവും എല്ലാം നമ്മുടെ ദീനാണ്. എന്തൊരു പ്രശ്നം നമ്മുടെ മുന്നിൽ വരുമ്പോഴും വിശുദ്ധ ഖുർആനിൽ നിന്ന് അല്ലെങ്കിൽ ദീനിൽ നിന്ന് ഒരാശ്വാസം നമുക്ക് ലഭിക്കാതിരിക്കും. അടുത്ത ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയും പത്രവും ഒക്കെ നിരീക്ഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മക്കളുള്ള രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശങ്കയുണ്ടാക്കുന്നതാണ് ലഹരി ഉപയോഗത്തിന്റെ വ്യാപനമെന്ന്. നമ്മുടെ കരൾ പൊട്ടിപ്പോകുന്ന ചില കാഴ്ചകളാണ് വീഡിയോ കാഴ്ചകളായി സ്കൂളുകളുടെയും കോളേജുകളുടെയും ക്യാമ്പസുകളുടെ മുന്നിലും അതേപോലെ തന്നെ ഒറ്റപ്പെട്ട് കിടക്കുന്ന വിജന സ്ഥലങ്ങളിലും ആൺകുട്ടികളും പെൺകുട്ടികളും ഒത്തുകൂടി ലഹരി ഉപയോഗിച്ച് അവർ ബുദ്ധി മരവിച്ച് ബോധം നഷ്ടപ്പെട്ട് കിടക്കുന്ന കാഴ്ചകൾ എന്തുമാത്രം ഭയാനകവും എന്തുമാത്രം ഭീകരവുമാണ്. ഒരു പക്ഷേ ജീവിതത്തിൽ എന്തു പ്രശ്നങ്ങളെ കാണുമ്പോൾ ഒരാൾ മരിച്ചാൽ പോലും നമ്മൾ ചിന്തിക്കാം, ഞാൻ മരിക്കില്ലെന്നതിന്റെ ഒരു ഉറപ്പായിട്ടാണ് അത് കാണുന്നത്. അയാൾ മരിച്ചില്ല, അയാൾക്ക് എന്നെക്കാളും പ്രായം കുറവൻ, അതുകൊണ്ട് ഞാൻ മരിക്കാനായിട്ടില്ല എന്നാണ് നമ്മൾ പറയുന്നത്. ഒരാൾ മരിച്ചാൽ മരിക്കുമെന്നൊരു പേടിയാണല്ലോ ശരിക്കും മനസ്സിലാക്കുന്നത്. ഒരു ഖബർ കാണുമ്പോൾ ഞാനും ഇതേപോലെ വരുമെന്നല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. എന്ത് വിപത്തുകൾ കണ്ടാലും എനിക്ക് വരില്ല, എന്റെ വീട്ടിലേക്ക് വരില്ല, എന്റെ കുട്ടികൾക്ക് വരില്ല എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ മനസ്സ്. പലപ്പോഴും കോളേജിലേക്കും സ്കൂളിലേക്കും വരുന്ന രക്ഷിതാക്കൾ ആ മനോഭാവം പ്രത്യക്ഷമായി തന്നെ പറയും, എന്റെ കുട്ടികളൊക്കെ ഞാൻ അങ്ങനെ നിലക്ക വളർത്തിയത്, അവരെ തന്നെ ഒരു കുഴപ്പമുണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് എന്തൊരു ആത്മവിശ്വാസത്തിലാണ് നമ്മളൊക്കെ ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. സുഹൃത്തുക്കളെ, പശ്ചാത്തലം മോശമായവരോ അല്ലെങ്കിൽ ഒരു ദീനി കുടുംബത്തിൽ നിന്ന് വരാത്തവരോ ഒന്നുമല്ല. ഏകദേശം 60-ൽ ചില്ലാനും കുട്ടികളെ ലഹരി ഉപയോഗിച്ചിട്ട് ഒരു പ്രദേശത്ത് ഒരു SI കൂട്ടിക്കൊണ്ടുവന്ന് ആ കുട്ടികളെ
ഏകദേശം ഇശാ സമയത്തോട് അടുക്കാറായിട്ടും ഒരു രക്ഷിതാവ് പോലും ആ കുട്ടിയെ അന്വേഷിച്ചു വന്നില്ല എന്നാണ്. അപ്പൊ കുട്ടികൾ എവിടെ പോകുന്നു, എവിടെ വരുന്നു എന്നതിനെ കുറിച്ച് പോലും ആശങ്കപ്പെടാത്ത ഒരു കാലം. മാത്രമല്ല, ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് ഈ വന്ന രക്ഷിതാക്കളൊന്നും മതബോധമില്ലാത്തവരോ മത പശ്ചാത്തലങ്ങളില്ലാത്തവരോ അല്ല. എല്ലാവരും ശരിക്കും മതപരമായ ചിഹ്നങ്ങളും മതപരമായിട്ടുള്ള രൂപങ്ങളും വേഷങ്ങളും വസ്ത്രങ്ങളും എല്ലാം സ്വീകരിച്ചവരാണ് ഈ വരുന്ന ആളുകളൊക്കെ. അപ്പൊ സുഹൃത്തുക്കളെ, എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഒന്നില്ലെങ്കിൽ നിസ്സഹായ. ഞാനൊന്നും എന്ത് വിചാരിച്ചാലും കുട്ടികളെ ഒന്നും നിയന്ത്രിച്ചു നിർത്താനും അവരെ ഒന്നും ധാർമ്മികതയിൽ വളർത്താനും ഇന്ന് പറ്റില്ലെന്ന് തീരുമാനിച്ചു ചില രക്ഷിതാക്കൾ. ഒരുപക്ഷെ അത്തരം ചില തീരുമാനങ്ങളും നിരാശകളും ചിലർ പിടികൂടിയിട്ടുണ്ടായിരിക്കാം. അതല്ലെങ്കിൽ എന്റെ കുട്ടിക്കൊന്നും സംഭവിക്കില്ല എന്ന അത്ര ശക്തമായ ബോധം, ഒരുപക്ഷെ ഒരു ആത്മവിശ്വാസം, തെറ്റായ ഒരു ആത്മവിശ്വാസം നമ്മളെ നയിക്കുന്നുണ്ടായിരിക്കാം. അതും മറ്റൊരു കാരണമായിരിക്കാം. എന്നാൽ ഇതൊക്കെ തെറ്റാണ് സുഹൃത്തുക്കളെ. ഞെട്ടിക്കുന്ന ഈ വാർത്തകളും ഈ വിവരങ്ങളും എല്ലാം നമ്മുടെ വീടുകളിലേക്ക് വരാൻ അധിക താമസമില്ല. നോക്കൂ നിങ്ങൾ, ഇതിന്റെ വ്യാപനത്തെ മനസ്സിലാക്കാൻ പലപ്പോഴും കഞ്ചാവ് കേസുകളിൽ പിടിക്കപ്പെടുന്ന പ്രതികളും അവരെ കയ്യിൽ നിന്ന് കിട്ടുന്ന കഞ്ചാവിന്റെ തൂക്കവും ഒരുപക്ഷെ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം ഇതൊക്കെ പിടിക്കപ്പെടുന്നത് 10-ൽ ഒരാളാവാം. ബാക്കി 9 ആളും കൊണ്ടുപോയി കൊടുക്കുന്നത് ഒരാളല്ലല്ലോ കഴിക്കുന്നത്, ഒരാളല്ലല്ലോ പുകക്കുന്നത്, ഒരാളല്ലല്ലോ ഉപയോഗിക്കുന്നത്. 100 കണക്കിന് 1000 കുട്ടികൾക്ക് ഇത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് 1-2 സുഹൃത്തുക്കൾ, 400-ലധികം വെറൈറ്റി ലഹരി പദാർത്ഥങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ യുവാക്കളും കൗമാരപ്രായക്കാരും ഉപയോഗിക്കുന്നു എന്ന് ഔദ്യോഗികമായ കണക്കുകൾ സൂചിപ്പിക്കുമ്പോൾ ഇതെല്ലാം ഇവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ഏറ്റവും മിനിമം നമ്മൾ നടത്തുന്ന ഒരു മെഡിക്കൽ ഷാപ്പിലെങ്കിലും ഒരു ഗുളികയ്ക്ക് വരുമ്പോൾ, ഒരു മരുന്നിന് വരുമ്പോൾ അതിനൊരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ വേണം എന്ന ഒരു നിർബന്ധം പോലും സമൂഹത്തിലില്ല. അത് ആരാന്റെ കുട്ടിയാകും വാങ്ങുന്നത്, പക്ഷെ നമ്മുടെ കുട്ടി മറ്റൊരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നുണ്ടാകുമെന്ന് വിചാരിക്കാൻ സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഒന്നിച്ചു നിന്ന് മുന്നോട്ട് പോയാൽ മാത്രം പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു കാര്യമാകുന്നത് കൊണ്ടാണ് എല്ലാവരും ശ്രദ്ധിക്കുകയും എല്ലാവരും കേൾക്കുകയും ചെയ്യുന്ന ഇത്തരം പരിശുദ്ധമായ ഒരു സന്ദർഭത്തെയും ഒരു സമയത്തെയും ഇതിനു വേണ്ടി വിനിയോഗിക്കുന്ന അല്പം വിശാലമായി നമ്മൾ ചിന്തിക്കണം. നമുക്ക് പ്രതീക്ഷയുണ്ട്. എന്താ അറിയോ, ഒന്ന്, മദ്യത്തിലും മയക്കുമരുന്നിലും ജീവിതം ഹോമിച്ചിരുന്ന ഒരു തലമുറയെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു എന്ന് ഉറപ്പോടുകൂടെ സമൂഹത്തോട് പറയാൻ യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിനും പ്രവാചകന്റെ ചരിത്രത്തിലും ഇസ്ലാമികമായിട്ടുള്ള ചരിത്രങ്ങൾക്കും പറയാൻ പറ്റും. ആളുകളെ മാറ്റാൻ പറ്റുമെന്ന കാര്യം ഉറപ്പാണ്. മാത്രമല്ല, ഒരു മതപരമായ ബോധവൽക്കരണത്തിലൂടെ അല്ലാതെ യാതൊരു മാറ്റവും ഈ രംഗത്ത് ഉണ്ടാക്കാൻ പറ്റില്ല എന്നറിയാൻ പറ്റും. എല്ലാ മനഃശാസ്ത്രജ്ഞന്മാരും എല്ലാ വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് ബോധവൽക്കരണമല്ലാതെ ഇതിന് മറ്റൊരു വഴിയിലും. ആ ബോധവൽക്കരണത്തിന് സ്വർഗവും നരകവും പരലോകവും പറയുന്നതിനേക്കാളും വലിയ ബോധവൽക്കരണം എന്താണ്? ഫദക്കിർ ബിൽ ഖുർആനി മൻ യഖാഫു വഈദ്, ബോധ്യപ്പെടുത്തി കൊടുക്കാൻ. അതിൽ വലിയ പ്രതീക്ഷയുണ്ട്. എന്തുകൊണ്ടാണ് വലിയ പ്രതീക്ഷ ഉള്ളതെന്ന് ചോദിച്ചാൽ, ഈ മയക്കുമരുന്നിൽ പെട്ടുപോയ പല കുട്ടികളെയും 18, 20, 12 ഒക്കെ വയസ്സായ കുട്ടികളെ മുന്നിൽ കിട്ടി ഒരു നല്ല ബോധമുള്ള സമയത്ത് 1 മണിക്കൂർ 1/2 മണിക്കൂറൊക്കെ പറഞ്ഞു കൊടുത്താൽ അവർ തീരുമാനിക്കുന്നതിന് വേണ്ടെന്ന്. അങ്ങനെ എത്രയോ 1000 കുട്ടികൾ നമ്മുടെ ഡി അഡിക്ഷൻ സെന്ററിലും അല്ലാതെയൊക്കെ ആയിട്ട് കൗൺസിലിംഗിന് വിധേയമായി അവർ മോചനം നേടിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ പെട്ടുപോയ ഒരാൾക്ക് മോചനം നേടാൻ പറ്റുമെങ്കിൽ ഇതിൽ അകപ്പെട്ടു പോകാത്ത ഒരുത്തനെ ബോധവൽക്കരിക്കാൻ എന്താ പ്രയാസം? ഒരു പ്രയാസം. പക്ഷെ സുഹൃത്തുക്കൾ, അങ്ങനത്തെ ഒരു ബോധപൂർവമായ ഒരു ശ്രമം യഥാർത്ഥത്തിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് മഹല്ല് കമ്മിറ്റികളോ വ്യക്തികളോ അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് കുടുംബമോ മാതാപിതാക്കളോ അല്ലെങ്കിൽ നമ്മുടെ മദ്രസകളിലും കോളേജുകളിലും അങ്ങനത്തെ പശ്ചാത്തലങ്ങളിൽ അവിടുത്തെ അധ്യാപകന്മാരോ ആളുകളോ ഇത് വളരെ ശക്തമായ ഒരു ബോധ്യപ്പെടുത്തലിന് തയ്യാറായിട്ടുണ്ടോ എന്നാണ്. ദുരിക്ക് ഉപയോഗിക്കുന്ന ഒരാള് ഇതിന്റെ കാരിയർ ആവും, വിതരണം ചെയ്യുന്ന ആളാവും. കാരണം പിന്നെ ആവശ്യമുള്ള പണം കിട്ടാൻ പറ്റിയ വേറെ തൊഴിലൊന്നുമില്ല. ലഹരി ഉപയോഗിക്കുന്ന ഒരുത്തന് അവന് ഉപയോഗിക്കാൻ ആവശ്യമായ ലഹരിക്ക് ആവശ്യമായ പണം കിട്ടാൻ പറ്റിയ ഏറ്റവും വരുമാനമുള്ള പണി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഏജന്റ് ആവുക, ഇത് വിതരണം ചെയ്യാന്നുള്ളതിന്. അതുകൊണ്ട് ഇതിന്റെ വിതരണത്തിലേക്ക് വരും. നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾ ശരിക്കും നിയമപരമായി ഈ വസ്തുവോടുകൂടി ഒരു കുട്ടി പിടിക്കപ്പെട്ടാൽ എന്താണ് അവന്റെ ഭാവി എന്ന് ആലോചിക്കുന്നത് നിങ്ങൾ. ഒരു 10 or 20 കൊല്ലമൊക്കെ അവൻ എന്ത് ചെയ്യും? പുറം കാണാതെ കിടക്കേണ്ടി വരും. വെറുതെ ഇതിനെക്കുറിച്ചും ഇതിന്റെ ശിക്ഷയെക്കുറിച്ചും ഇതിന്റെ അവസ്ഥയെക്കുറിച്ചും ഒക്കെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുത്താൽ ഒരു പക്ഷേ തന്റെ ജീവനെക്കുറിച്ചും തന്റെ ഭാവിയെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചൊക്കെ ബോധമുള്ള ആളുകളുടെ മനസ്സിൽ ഇത് വരില്ലേ സുഹൃത്തുക്കളെ? വളരെ ശക്തമായി ഇസ്ലാം ഇതിനെ നിരാകരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിലെ 90, 91 ആയത്താണ് തുടങ്ങുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിട്ടാണ് അല്ലാഹു പറയുന്നത്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ.
മദ്യവും അതേപോലെ തന്നെ ചൂതും അതേപോലെ തന്നെ പ്രശ്നക്കോലുകളും ഇതെല്ലാം എന്താണ്? റിജ്സും മിൻ അമലി ശൈത്താൻ, പിശാചിന്റെ പ്രവർത്തനങ്ങളിൽ പെട്ടതാകുന്നു. പിശാച് എന്ന് പറഞ്ഞാൽ അത് എന്തിന്റെ പ്രതീകമാണ് സുഹൃത്തുക്കളെ? ഒരു മനുഷ്യന്റെ ജീവിതത്തെ സമൂലമായി നശിപ്പിക്കുക എന്നുള്ളതാണ്. എന്തൊരു പൈശാചിക പ്രവർത്തനയും ആ മനുഷ്യനെയും കൊണ്ടേ പോകും. അത്രമാത്രം വലിയ മാനവരാശിയുടെ ശത്രുവാണ്. നിങ്ങൾ അതിനെ ഉപേക്ഷിക്കണം. അള്ളാന്റെ കൽപ്പനയാണ്. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിച്ചേക്കാതാണ്. ഇന്നൽ ഫലാഹ് ലാ യതിമു ഇല്ലാ ബിതർക്കി മാ ഹറമല്ലാഹ്. അല്ലാഹ് വിരോധിച്ച ഒരു കാര്യം കൊണ്ടടക്കണ ഒരാള് ജീവിതത്തിൽ വിജയിക്കൂല. അതതിന്റെ തഫ്സീർ. അല്ലാഹ് വിരോധിച്ചൊരു കാര്യം എന്താവട്ടെ, പലിശയാവട്ടെ, മദ്യമാവട്ടെ, അവിഹിത ബന്ധങ്ങളാവട്ടെ, അല്ലാഹ് വിരോധിച്ച ഒരു കാര്യം കൊണ്ട് നടക്കുന്നവൻ ജീവിതത്തിൽ വിജയിക്കൂല എന്നാണ്. അപ്പൊ നമ്മൾ വ്യക്തിപരമാണെങ്കിലും നമ്മുടെ കുടുംബമാണെങ്കിലും അവർക്കൊക്കെ ഒരു നല്ല ഭാവിയും വിജയവും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഹറാമിൽ നിലകൊണ്ടുകൊണ്ട് അത് സാധ്യമല്ല എന്നാണ് വ്യക്തമായി വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്. മാത്രമല്ല, ഈ മദ്യം ഉപയോഗിച്ച് തുടങ്ങുന്ന ഒരാൾ അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ച് തുടങ്ങുന്ന ഒരാൾ അയാൾക്കൊരു വിശ്വാസിയായി ജീവിക്കാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെ ഒരു വിശ്വാസിയായി ജീവിക്കാൻ പറ്റുക? ലാ യശ്റബുൽ ഖംറ ഹീന യശ്റബു വഹുവ മുഅ്മിൻ. ബുഖാരി മുസ്ലിം ഹദീസാണ്. ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക്, മദ്യം കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് വിശ്വാസിയായിക്കൊണ്ട് അത് തുടരാൻ കഴിയൂല. വിശ്വാസത്തെയും മദ്യപാനത്തെയും ലഹരിയെയും ഒന്നിച്ചു കൊണ്ടടക്കാൻ പറ്റൂല എന്നാണ്. മാത്രമല്ല, എത്രമാത്രം എന്നറിയോ, അല്ലാഹു റസൂൽ പറഞ്ഞു, വലാ യശ്റബുൽ ഖംറ ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർറിൻ. മദ്യം ഉപയോഗിക്കരുത്. എല്ലാ തിന്മകളുടെയും എന്താണ്? മിഫ്താഹ്, താക്കോലാണെന്ന്. അത് മദ്യം, ലഹരി ഉപയോഗിക്കുന്ന ഒരുത്തന് ഏത് തിന്മയിലേക്കും ആ വാതിലിലൂടെ പോകാം. ലഹരി ഉപയോഗിക്കുന്ന ഒരാൾ ഭാര്യയുമായി പണം, അയാൾ വ്യഭിചരിക്കാം. ലഹരിക്ക് ആവശ്യമായ പണം വാങ്ങാൻ അയാൾ എന്ത് ചെയ്യാം? മോഷണം ചെയ്യാം. ഒരാള് പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് കുറച്ചു മുമ്പ്. എന്താണ്? ഒരാള് ലഹരിക്ക് അടിമപ്പെട്ട് വീട്ടിലേക്ക് വരിക. അങ്ങനെ സ്വന്തം മാതാവിനെ അവിഹിതമായി ലൈംഗികമായി ഉപയോഗിക്കാൻ അയാൾ നിർബന്ധിക്കണം. ബോധമില്ലാതെ അതായത് സംഭവിച്ചു. പിന്നെ അയാൾക്ക് ബോധം വന്നപ്പോഴാണ് അയാൾ ചെയ്ത പ്രവർത്തനത്തെ കുറിച്ച് അയാൾ അറിയണം. എന്തൊക്കെ സംഭവിച്ചു? അയാൾ മദ്യം ഉപയോഗിക്കാൻ നിഷിദ്ധം. അയാൾ ഉടനെ ആത്മഹത്യ ചെയ്തു. കാരണം എന്താ? അയാൾക്ക് പിന്നെ ഒരിക്കലും ആ ഒരു അവസ്ഥ തന്നെ സംഭവിച്ചു എന്ന് ഉൾക്കൊള്ളാൻ കഴിയാനിട്ട് അയാൾ ആത്മഹത്യ, ഒരു കൊലപാതകം അയാൾ നടത്തി, സ്വയമായി കൊന്നു. എന്തൊക്കെ തെറ്റുകൾ സുഹൃത്തുക്കൾ! ഈ മദ്യം ഉപയോഗിക്കുന്ന, ലഹരി ഉപയോഗിക്കുന്ന വ്യക്തികളുടെ എത്ര ആളുകളുടെ ഭാര്യമാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്? എത്ര സ്ത്രീകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്? ഒരു മദ്യപാനിയുടെ കൂടെ ജീവിക്കുന്നതിന് ദുരിതം ആലോചിച്ചു മാത്രം. എന്തെല്ലാം പാപങ്ങളും എന്തെല്ലാം കുറ്റങ്ങളും, ഒരു പക്ഷേ എന്തെല്ലാം തിന്മകൾ നാട്ടിൽ നടക്കുന്നുണ്ടോ അതിനൊക്കെ ഒരു പക്ഷേ ലഹരിയുടെ അകമ്പടിയും. ഈ കൊട്ടേഷൻ സംഘങ്ങൾക്ക് പിന്നിൽ ലഹരിയില്ലേ സുഹൃത്തുക്കളെ? ഈ വർഗീയമായി ജനങ്ങളെ കൊല്ലാൻ വേണ്ടി ഒരു മനസാക്ഷിയില്ലാതെ ഇറങ്ങിത്തിരിക്കുന്നവർക്ക് പിന്നിൽ മദ്യമില്ലേ? എല്ലാ ആഘോഷങ്ങൾക്കും എല്ലാ കൂത്താട്ടങ്ങൾക്കും പിന്നിൽ മദ്യമുണ്ടെന്ന കാര്യത്തിൽ, ലഹരി ഉണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ലാണ്. ഇതിന്റെ ഒരു അപകടം എന്താ? ഒരു പ്രാവശ്യം എന്തെങ്കിലും അതെന്താണെന്ന് അറിയാൻ, അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന്, ഏതെങ്കിലും സാഹചര്യം, ഒരു ടൂറിൽ, ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരാൾ ഒരാൾ പ്രത്യേകിച്ച് ഈ കൗമാരപ്രായത്തിൽ ഒരാൾ അത് ഉപയോഗിച്ചാൽ തീർച്ചയായും പിന്നീട് ഒരിക്കൽ അവനത് തേടി വരും. ചിലപ്പോൾ 3 മാസം കഴിഞ്ഞേക്കാരം, 4 മാസം കഴിഞ്ഞേക്കാരം. പിന്നെ അത് ഉപയോഗിച്ച് വരുമ്പോൾ എന്താ അതിന്റെ ഇത് വർദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇന്ന് പോരൂല എന്ന് പറയാനുള്ള കാരണം എന്താ? പിന്നെ ഇവന് ഒരു സാധാരണ നിലയിൽ ജീവിക്കണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം? നിരന്തരമായി ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അവനൊരു സാധാരണ നിലയിൽ അവന് ജീവിക്കണമെങ്കിൽ ലഹരി വേണം. അതുകൊണ്ടാണ് ലഹരിയിൽ പിടിച്ചു കൊണ്ടുപോയി സ്റ്റേഷനിലിട്ട ഒരാള് 11 മണിയാകുമ്പോൾ ആ കുട്ടി പ്രകോപിതനായി. അവൻ തല അതിന്റെ ലോക്കപ്പിന്റെ ഗ്രില്ലിൽ ഇടിച്ച് അവന് തലയിൽ രക്തമൊലിച്ച് ഒരു നിലക്കു രക്ഷയില്ലാത്ത കിടക്കുകയാണ്. അപ്പൊ എന്താ? 11 മണിയാണ് അവൻ ഉപയോഗിക്കുന്ന സമയം. ആ സമയത്ത് അവനത് കിട്ടിയിരിക്കും. പിന്നെ ഇതില്ലാതെ പറ്റൂല. പിന്നെ നമ്മൾ ചികിത്സിച്ചു തന്നെ മാറ്റണം. ആദ്യഘട്ടത്തിൽ ഉപയോഗിക്കുന്നത് പിന്നീട് അവന്റെ ജീവിതത്തിന്റെ നിലനിൽപ്പിന് അത് വേണം. പ്രത്യേകിച്ചും പെൺകുട്ടികൾ ഉപയോഗിച്ച ആ ആവശ്യമുള്ളത് കിട്ടാൻ എന്തും അവർ നൽകും. അതുകൊണ്ട് ഇന്ന് ഏറ്റവും ഈസിയായി പെൺകുട്ടികളെ ദുരുപയോഗപ്പെടുത്താൻ ഇന്ന് ഉപയോഗിക്കുന്ന ലഹരി. ഒരു പ്രാവശ്യം തന്റെ കയ്യിൽ നിന്ന് ഒരു പെൺകുട്ടി ലഹരി വാങ്ങി കഴിച്ചാൽ ഉറപ്പ്
അവളെ ഏത് കാലത്തും തന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് ഇന്ന് നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകൾക്ക് അറിയാം. സുഹൃത്തുക്കളെ, പെൺകുട്ടികൾ പോലും സുരക്ഷിതരല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ എത്രമാത്രം അപകടകരമാണ് ഈ കാര്യം എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഇത് മനസ്സിലാക്കേണ്ടത്. ഇതെത്ര വിശാലമാണ് റസൂലുള്ളാഹിന്റെ പ്രയോഗം. കുല്ലു മുസ്കിരിൻ ഹറാം, ലഹരി ഉണ്ടാക്കുന്നതെല്ലാം നിഷിദ്ധം. അതെന്ത് വസ്തുക്കളാണ്, പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കളാവട്ടെ, എന്താണെങ്കിലും അത് നിഷിദ്ധമാകുന്നു എന്ന് ഖുർആൻ പറഞ്ഞത്. ഇന്നമൽ ഖംർ, ഖംർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിയെ മൂടിക്കളയുന്ന, ഖാമിറ ബുദ്ധിയെ മൂടിക്കളയുന്ന, ഹിമാർ എന്ന് പറഞ്ഞാൽ മുഖമക്കനെ മറയുന്നത്, മറക്കുന്നത്. ഖംർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിയെ നശിപ്പിച്ചത്. അയാൾക്ക് പിന്നെ ഒരു ബോധം ഉണ്ടാവില്ല, ഭാര്യ ആരാണ്, ഉമ്മ ആരാണ്, പെങ്ങൾ ആരാണ്, ഞാൻ ആരാണ് എന്നതിനെ കുറിച്ച് ഒരു ബോധം ഉണ്ടാവില്ല. നമ്മൾ റോഡിൽ പോകുമ്പോൾ കാണുന്ന വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഇങ്ങനെ റോഡ് മുഴുവൻ നിറഞ്ഞോടുന്ന വാഹനങ്ങൾ കാണാൻ പറ്റും വൈകുന്നേരം. ആളുകൾ ഈ ഒരു അവസ്ഥയിലാണ് നമ്മുടെ സമൂഹത്തിൽ. അതുകൊണ്ട് കുല്ലു മുസ്കിരിൻ, എല്ലാ ലഹരി ഉണ്ടാക്കുന്ന നിഷിദ്ധം. ഇന്ന അലല്ലാഹി അസ്സ വജല്ല അഹ്ദൻ, അല്ലാഹു ഒരു കരാർ ഏറ്റെടുത്തിരിക്കുന്നു. എന്താണ് ആ കരാറ്? ലിമൻ യശ്റബുൽ മുസ്കിർ, ലഹരി ഉണ്ടാക്കുന്ന ഒന്ന് ആരെങ്കിലും ഉപയോഗിച്ചാൽ അൻ യസ്ഖയഹു തീനത്തൽ ഖബൽ, നരകക്കാരിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ആ ദ്രാവകം അവനെ കുടിപ്പിക്കുക എന്നത് അള്ളാഹു ഒരു കരാറായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് സ്വഹീഹായി വന്ന ഹദീസിൽ കാണാൻ പറ്റും. അത്രമാത്രം മാരകമാണ് മുസ്കിർ എന്നുള്ള പ്രയോഗം. ലഹരി ഉണ്ടാക്കുന്നത് എന്തും, ലാ യദ്ഖുലുൽ ജന്നത മന്നാനുൻ വലാ ആഖുൻ വലാ മുദ്മിനു ഖംർ, ലഹരി ഉപയോഗിക്കുന്നവനും അതേപോലെ തന്നെ മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്നവരും ചെയ്ത നന്മകൾ എടുത്തു പറയുന്നവരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറയും. എന്താണ് സുഹൃത്തുക്കളെ? ഒന്നെന്താ, ദീനിലൂടെ സംതൃപ്തകരമായ ഒരു ജീവിതം ശീലിച്ച ഒരാൾക്കും മദ്യം ആവശ്യമില്ല. ദീനോണ്ടൊരു സമാധാനം നമ്മളെ കുട്ടികൾക്ക് നമ്മൾ ഉണ്ടായി കൊടുക്കുക. 5 നേരം നിസ്കരിക്കുക, രാവിലെ ഒന്ന് ഖുർആൻ ഓതുക. നമ്മുടെ ഈ ചിട്ടകൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ നമുക്കോ കിട്ടുന്ന ഒരു സുഖമുണ്ട്. അങ്ങനെ ജീവിക്കുന്നവന് പിന്നെ ഒന്നും വേണ്ടതില്ല. ഈ കുട്ടികളെ ഇതിൽ അകപ്പെടുത്തുന്ന സുഹൃത്തുക്കൾ പറയുന്ന കമന്റ് എന്താണ്? നല്ലൊരു റിലാക്സേഷൻ കിട്ടും, ഒരു സമാധാനം കിട്ടും, ഒന്ന് നോക്ക് എന്ന് പറയും. ആ സമാധാനം സത്യത്തിൽ അവനില്ല. കാരണം വെച്ചാൽ തകർന്നു കിടക്കുന്ന കുടുംബാന്തരീക്ഷങ്ങളാണ് നമ്മുടെ വീട്ടിൽ വന്നാൽ ഒരു സമാധാനം കുട്ടികൾക്ക് ഇല്ല. വാപ്പന്റെയും അമ്മന്റെയും തല്ല് കാണുന്ന, നിരന്തരമായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും കാണുന്ന കുടുംബങ്ങളിൽ ഈ കുട്ടികൾ പോയി കഴിഞ്ഞാൽ അവന് ചെറിയൊരു റിലാക്സേഷൻ, ഒരു ചെറിയ സമാധാനം കിട്ടാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഒരു സിഗരറ്റ് വലിക്കാനോ ഒരു കഞ്ചാവിന്റെ പഫ് എടുക്കാനോ അവരൊരു പ്രശ്നം ഉണ്ടാവും. വളരെ സമാധാനപരമായ ഒരു ജീവിതം ദീന് കൊണ്ട് കിട്ടുന്നുണ്ടോ അവന് വേറൊന്നും ലോകത്ത് ആവശ്യം. അതിനേക്കാളും സന്തോഷം കിട്ടുന്ന മറ്റൊരു കാര്യമാണ് ഒരു നല്ല ജീവിതം. അപ്പൊ ഈ ഡി അഡിക്ഷൻ സെന്ററിൽ ഇറങ്ങുന്ന ആളുകൾക്ക് നമ്മൾ കൊടുക്കണം എന്താ സുഹൃത്തുക്കൾ? ഒരു ദീനിയായ ജീവിതത്തിനുള്ള പരിശീലനം കൊടുക്കണം. 10-20 ദിവസം കൊണ്ട് അവർക്ക് നിസ്കരിക്കാനും പ്രാർത്ഥിക്കാനും ഓതാൻ അറിയാത്തവരെ ഓതാനും ഒക്കെ പഠിപ്പിക്കുമ്പോൾ അങ്ങനെ പോകുമ്പോൾ സമാധാനമായിട്ട് പോകും. അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മുടെ കുട്ടികൾക്ക് എന്ത് ചെയ്യണം, ഉണ്ടാക്കി നമ്മൾ പരിശ്രമിക്കണം. അതേപോലെ തന്നെ മറ്റൊന്ന് എന്താന്ന് വിചാരിച്ചാൽ ടൂറുകൾ നമ്മുടെ കുട്ടികൾ സംഘടിപ്പിക്കുന്നു, അല്ലെങ്കിൽ നാട്ടിൽ സംഘടിപ്പിക്കുന്ന ടൂർ. ഈ ടൂറിൽ പോകുമ്പോൾ 10 ആള് പോകുമ്പോൾ ഒരുത്തൻ ഇത് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഉറപ്പാണ് ആ 2 ദിവസത്തെ ടൂർ കഴിഞ്ഞ് വരുമ്പോൾ അവനത് ഉപയോഗിക്കണമല്ലോ. അവനത് ഉപയോഗിക്കണമെങ്കിൽ കൂടെയുള്ളവർ ഉപയോഗിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ ഒരു അനുവാദം നമ്മൾ കൊടുക്കുമ്പോൾ, അതിപ്പോ സ്കൂളിൽ നിന്നാലും കോളേജിൽ നിന്ന് എവിടെ നിന്നാണെങ്കിലും, ഈ പോകുന്നത് ഒരു നിയന്ത്രണമോ നോക്കാൻ ആളില്ലാത്തതാണെങ്കിൽ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ കടന്നു ഒരു സിനിമകളാണ് വളരെ വലിയ സ്വാധീനമാണ്. ഇന്നിപ്പോ സിനിമ കാണാൻ യൂട്യൂബിൽ ആൾക്കാർ കാണും. എന്നുവെച്ചാൽ ചെറിയ ടെൻഷൻ വരുമ്പോഴൊക്കെ എല്ലാ സിനിമയുടെ തിരക്കഥകളിലും എന്താണ് മദ്യവും ഏറ്റവും ലേറ്റസ്റ്റ് ആയ മയക്കുമരുന്നുകൾ പഴയ കാലത്തെ അത് പരസ്യമായി ഇവരുടെ മനസ്സിൽ വലിയ ആളുകളായി നിൽക്കുന്ന ഈ അഭിനേതാക്കൾ ഉപയോഗിക്കുന്നത് കുട്ടികൾ കാണും. അപ്പൊ അവർക്ക് തന്നെ ഒരു ടെൻഷൻ വന്നാൽ സ്വാഭാവികമായി അവരുടെ മനസ്സിൽ അത് വരും. ഒരിക്കൽ പോലും മദ്യപിക്കാത്ത, ഒരു മദ്യഷാപ്പിലും കയറാത്ത ഒരു ചെറുപ്പക്കാരൻ ടെൻഷൻ വന്നപ്പോൾ അവൻ നേരെ ഒറ്റയ്ക്ക് മദ്യഷാപ്പിൽ. ഇപ്പൊ എന്തായി പോകാൻ കാരണം? അവൻ കണ്ട സിനിമകളിൽ നിന്നുള്ള ഓർമ്മകളാണ് അവനെ കൊണ്ടുപോയതെന്ന് അവൻ തന്നെ പറയുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സുഹൃത്തുക്കളത്. അതേപോലെ തന്നെ മറ്റൊന്ന് കൂട്ടുകെട്ട്. എന്തായിരുന്നാലും നമ്മൾ 10ഉം 60ഉം കുട്ടികൾ പഠിക്കുന്ന ഒരു ക്ലാസ്സിൽ ഒരാളെങ്കിലും ഒക്കെ ഇത് ഉപയോഗിക്കുന്നവരുണ്ടാവും. അവൻ എന്തായാലും ഒരിക്കലെങ്കിലും ഇവന്റെ അരികത്ത് വന്നിരിക്കാതിരിക്കില്ല. അതിനെക്കുറിച്ച് നമ്മുടെ കുട്ടികൾക്ക് ഒരു ബോധമില്ലെങ്കിൽ അവൻ തോളിൽ കൈവച്ചാൽ ഒരു പക്ഷേ അത് അപകടത്തിലേക്ക് നയിക്കുന്ന ആഘോഷങ്ങളാണ്. കല്യാണങ്ങളാണെങ്കിലും ഓഡിറ്റോറിയം പരിപാടികളായിരുന്നാലും സുഹൃത്തിന് മറ്റ് ആഘോഷങ്ങളാണെങ്കിലും ഒക്കെ നടക്കുമ്പോൾ അതിന്റെ ഒക്കെ പശ്ചാത്തലങ്ങളിൽ എന്തുണ്ട്? യഥാർത്ഥത്തിൽ ഏതെങ്കിലുമൊക്കെ സൈഡുകളിൽ മാറി നിന്ന് ഇതിനുള്ള സൗകര്യം ആളുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇത് കിട്ടാനുള്ള ഏജന്റുമാർക്ക് ഇത് കുട്ടികൾ ഉപയോഗിച്ചേ പറ്റൂ.
അതുകൊണ്ട് അതൊരു മാർക്കറ്റിംഗ്. അപ്പൊ ആ മാർക്കറ്റിന്റെ ഭാഗമായിട്ട് മിഠായികളിലും കുട്ടികൾക്ക് ആകർഷണീയമായ വസ്തുക്കളിലും എല്ലാം ഇത് എങ്ങനെയെങ്കിലും ഒരാളിലേക്ക് ഒരു പ്രാവശ്യം എത്തിക്കുവാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ പുറത്ത് പഠിക്കും. നമ്മുടെ കുട്ടികൾക്ക് ആകെ ഇഷ്ടം എവിടെയെങ്കിലുമൊക്കെ ദൂരെ പോയി പഠിക്കും. ഈ ദൂരെ പോയി പഠിക്കുന്നത് ഒരു പഠനം മെച്ചപ്പെടുത്താനും ഇവിടത്തെക്കാളും നല്ലൊരു കോഴ്സ് അറ്റൻഡ് ചെയ്യാനാണെങ്കിൽ കുഴപ്പമില്ല. ഇവിടുന്ന് വാപ്പാനത്തുമാർക്ക് ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ടും നാട്ടിൽ ഇതിനൊന്നും സൗകര്യം ഇല്ലാത്തതുകൊണ്ടും എവിടെ തിരിഞ്ഞാലും വാപ്പയും കൂടെ വരുന്നത് കൊണ്ടും ഉള്ള ആഗ്രഹമാണെങ്കിൽ അവൻ നന്നായിട്ട് ആഘോഷിക്കും ജീവിതം. അത്തരം ആഘോഷങ്ങളും ഒരു പക്ഷേ നമ്മുടെ കുട്ടികൾ നശിക്കുന്നതിന് കാരണമാണ്. അവർ തിരിച്ചു വരുമ്പോൾ അവരിന്ന് മറ്റവർക്ക് കിട്ടാനുള്ള സാധ്യതകളും ചെറുതല്ല എന്നുള്ളതാണ്. ഒന്ന് മനസ്സിലാക്കുക, അവന്റെ പഠനം, അവന്റെ കരിയർ, അവന്റെ കുടുംബം, ദാമ്പത്യം ഒക്കെ എപ്പോഴെങ്കിലും ഒരിക്കൽ മദ്യമോ ലഹരി ഉപയോഗിച്ച് പിടിക്കപ്പെട്ട അറിയപ്പെട്ട ഒരാൾക്ക് ഒരു പെൺകുട്ടിയെ കൊടുക്കാൻ ഏതെങ്കിലും രക്ഷിതാക്കൾ തയ്യാറാവും? ഉണ്ടാവില്ല. ഒരു സ്ഥാപനത്തിന് ജോലി കിട്ടും. സുഹൃത്തുക്കളെ, ജീവിതത്തിൽ എവിടെയും പ്രതിസന്ധികൾ മാത്രമായിരിക്കും. ഒരിക്കൽ ലഹരി ഉപയോഗിച്ചവന്റെ ഭാവി എന്ന് തിരിച്ചറിയുമ്പോൾ എത്രമാത്രം സൂക്ഷ്മതയും ശ്രദ്ധയും നമ്മൾ ഇതിൽ കാണേണ്ടതുണ്ട് എന്ന് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരു വ്യാപകമായി ഒരു പക്ഷേ ഭരണതലത്തിൽ പോലും എല്ലാവരും, പ്രതിപക്ഷവും ഭരണപക്ഷവും, സാമൂഹിക സംഘടനകളും സാംസ്കാരിക സംഘടനകളും മതസംഘടനകളും പള്ളി മഹല്ലുകളും എല്ലാ സ്കൂളുകളും PTA-കളും എല്ലാ ആളുകളും ഇതിന്റെ ഗൗരവത്തെ കുറിച്ച് ബോധ്യപ്പെട്ട ഒരു പ്രത്യേക സമയമാണ്. അപ്പൊ നമ്മളും നിൽക്കും. ഇവിടെയൊക്കെ കുട്ടികളുണ്ടെങ്കിൽ അവിടെയൊക്കെ നിരീക്ഷിക്കുവാനും അസമയത്ത് കാണുന്ന അല്ലെങ്കിൽ അസാധാരണമായി കാണുന്ന സന്ദർഭങ്ങളിലൊക്കെ അത് നിരീക്ഷിക്കുവാനും അത് കണ്ടുപിടിക്കുവാനും റിപ്പോർട്ട് ചെയ്യുവാനും ഇത് സമൂഹത്തിൽ നിന്ന് എടുത്തു കളയുവാനും നമ്മൾ എല്ലാവരും കണ്ണു തുറന്നിരുന്നാൽ സാധിക്കുമെന്ന് ഉറപ്പാണ്. മതപരമായ ഒരു കടമ എന്ന നിലയ്ക്ക് ഇതിനെ കണ്ട് പ്രതിരോധിക്കുവാനുള്ള തയ്യാറെടുപ്പ് മാനസികമായി നമ്മൾ എടുക്കണം. തീർച്ചയായും ഇത്തരം വിപത്തുകളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും നിഷിദ്ധങ്ങളിൽ നിന്നും നമ്മുടെ വരും തലമുറയും നമ്മെ എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ.